വിശദമായ വാർത്തയിലേക്ക്. അവയവദാനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ എറണാകുളം ലേക്ക് ഷോർ ആശുപത്രി ഡോക്ടർമാർക്കെതിരെ അന്വേഷണം. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയാണ് കേസെടുത്തത്. ലേക്ക് ഷോർ ആശുപത്രിക്കും 8 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസ്. വാഹനാപകടത്തിൽപ്പെട്ട 18-കാരന് മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന റിപ്പോർട്ട് നൽകി അവയവങ്ങൾ ദാനം ചെയ്തെന്നാണ് പരാതി. ആശുപത്രി മാനേജ്മെന്റിന്റെ അറിവോടെയാണ് അവയവമാറ്റം നടന്നതെന്നും മാഫിയയാണ് പിന്നിലെന്നും പരാതിക്കാരനായ ഡോക്ടർ ഗണപതി ആരോപിച്ചു. മനഃപൂർവ്വമായിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ പേഷ്യന്റിനെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. ബാർബേഴ്സിലേസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ന്യൂറോ സർജൻ നേരത്തെ ലേക്ക് ഷോറിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവർക്ക് ഈ അഴിമതി കാണിച്ച് ഓർഗൻ എടുത്ത് മാറ്റാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ആ പയ്യനെ അങ്ങോട്ട് റെഫർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ ഒരു വെരി ഹൈലി ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് ന്യൂറോ സർജൻ ഉണ്ടായിട്ട് അയാൾ അത് ചെയ്യാതെ ലേക്ക് ഷോറിൽ വിട്ടത് ദി ഓൺലി ഇന്റൻഷൻ ഓഫ് ട്രാൻസ്പ്ലാന്റിംഗ് ഹിസ് ഓർഗൻ. അത് 19-year-old young healthy boy. അവയവദാനത്തെക്കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചിരുന്നില്ലെന്ന് എബിന്റെ അമ്മ ഓമന ന്യൂസ് 8നോട് പറഞ്ഞു. വേണ്ടത്ര അറിവില്ലാതെയാണ് സമ്മതപത്രം ഒപ്പിട്ടത്. അവയവം ആർക്കാണ് നൽകുന്നതെന്ന് അറിയിച്ചില്ലെന്നും അവസാന നിമിഷം മകനെ കാണാനായില്ലെന്നും എബിന്റെ അമ്മ പറഞ്ഞു. കുഞ്ഞ് മരിച്ചു പോവുകയുള്ളൂ. 3-ാമത്തെ ദിവസമാണ് മരണത്തിന്റെ. എന്നോട് ഞാൻ ആശുപത്രിയിൽ കുഞ്ഞിനെ കാണാൻ പറഞ്ഞു. വെന്റിലേറ്ററിൽ നിന്ന് ഊരുവാന്ന് പറഞ്ഞു. വെന്റിലേറ്റർ ഊരി കഴിഞ്ഞാൽ സെക്കൻഡിൽ മരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും തോന്നിയില്ല. എന്നുവെച്ചാൽ മരിച്ചു പോകുന്ന കുഞ്ഞിന്റെ അത് അഴുകി പോവല്ലോ, മണ്ണ് വെച്ച് അഴുകി പോകത്തല്ലോ. ആരെങ്കിലും എന്റെ കുഞ്ഞായിട്ട് ജീവിച്ചോട്ടെ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു അവർക്ക് കൊടുത്തേരെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അതാണ് ദാനം ചെയ്തതായിട്ട് ചേച്ചി ദാനം ചെയ്യാമെന്നാണ് എന്നോട് ചോദിച്ചത്. ദാനം ചെയ്യാനായിട്ട് ഒരു ഒപ്പിട്ട് തരാമോ എന്ന് ചോദിച്ചു. അവർ പേപ്പറും കൊണ്ട് വന്നു. അത് ശരിക്കും വായിച്ചു പോലും ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അതിലോട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ആശുപത്രിക്കും 8 ഡോക്ടർമാർക്കുമെതിരെയാണ് എറണാകുളം CJM കോടതി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ കൃത്യമായ അവയർനെസ്സോടെ അല്ല ഇക്കാര്യത്തിൽ ഒപ്പിട്ടതെന്ന് അമ്മ പറയുന്നു. ഇതിന് പിന്നിൽ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പരാതിക്കാരനായ ഡോക്ടർ ഗണപതിയും പറയുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? വലിയ ദുരൂഹത ബാക്കി നിൽക്കുകയാണ്. ലേക്ക് ഷോർ ആശുപത്രിയിലെ അവയവദാന ശസ്ത്രക്രിയയിൽ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞ് 19 വയസ്സുകാരന്റെ അവയവങ്ങൾ ദാനം ചെയ്യുകയായിരുന്നു. അതേസമയം ഇക്കാര്യത്തിൽ കേസെടുത്തിരിക്കുകയാണ് CJM കോടതി. വലിയ ദുരൂഹത ഇക്കാര്യത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ അവയവദാനത്തിന് പിന്നിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പരാതിക്കാരനായ ഡോക്ടർ ഗണപതി ന്യൂസ് 8നോട് പ്രതികരിച്ചു. ഇപ്പോൾ സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഈ കേസ് നടന്നിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഇത് ഈ മരിച്ച എബിൻ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അത് വളരെ ദുരൂഹമായാണ്. ഇതിന് പിന്നിലൊരു മാഫിയ ഉണ്ട് എന്ന രീതിയിലാണ് പരാതിക്കാരൻ പറഞ്ഞത്. അതനുസരിച്ച് കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അശ്വതി, എറണാകുളം ACJM കോടതിയുടേതാണ് സുപ്രധാനമായ ഉത്തരവ്. ഇന്നലെയാണ് ഈ സുപ്രധാനമായ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. മസ്തിഷ്ക മരണം എന്ന റിപ്പോർട്ട് നൽകി അവയവദാനം ചെയ്തു എന്ന പരാതിയിലാണ് കൊച്ചിയിലെ പ്രമുഖമായ ലേക്ക് ഷോർ ആശുപത്രിക്കും 8 ഡോക്ടർമാർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. കേസെടുത്ത് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 2009 നവംബർ 29-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അതിനുശേഷം 2017-ലാണ് ഡോക്ടർ ഗണപതി ഇതുമായി ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കുന്നത്. ഒരു വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിശകലനങ്ങൾ തേടിയ ശേഷമാണ് കോടതി ഒരു സുപ്രധാന നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാം, അവയവദാനത്തെക്കുറിച്ചും അവയവ മാഫിയ എന്ന സങ്കല്പം എന്നുണ്ട് എന്ന തരത്തിലുള്ള സംശയങ്ങളും ആരോപണങ്ങളും വലിയ തോതിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനിടയിലാണ് കോടതിയുടെ ഒരു സുപ്രധാനമായ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇടുക്കി ഉടുമ്പൻചോല സ്വദേശിയായ BJ എബിൻ എന്ന 18-കാരൻ മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നത്. തലയിൽ രക്തം കട്ട പിടിച്ചത് നീക്കം ചെയ്യാതെ ആശുപത്രി അധികൃതർ യുവാവിനെ മസ്തിഷ്ക മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം അന്ന് ഈ യുവാവ് മരിച്ചപ്പോൾ വീട്ടുകാർക്ക് യാതൊരുവിധ സംശയങ്ങളും ഉണ്ടായിരുന്നില്ല.
തുടർന്ന് വീട്ടുകാർ സമ്മതപത്രം നൽകുന്നു, അവയവ മാറ്റത്തിന് സമ്മതപത്രം നൽകുന്നു. കാരണം മകന്റെ ജീവൻ മൂലം മറ്റു 2 പേർക്ക് ജീവിതം കിട്ടുമെങ്കിൽ അതായിക്കോട്ടെ എന്ന് 2 രക്ഷിതാക്കൾ ആ ഒരു സമ്മതിക്കുന്നു. അതിനെ തുടർന്നാണ് ഈ അവയവ മാറ്റം നടക്കുന്നത്. ഒരു വിദേശിക്കാണ് ഈ അവയവങ്ങൾ നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മലേഷ്യൻ സ്വദേശിക്കാണ് ഈ അവയവങ്ങൾ നൽകിയിരിക്കുന്നത് എന്നാണ് സാധിക്കുന്നത്. അതിനുശേഷം അപ്പോഴും വീട്ടുകാർക്ക് സംശയമൊന്നുമില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ്മോർട്ടം നടത്തിനാണ് ഒരു സംശയം ഉണ്ടാകുന്നത്. ഈ രക്തം കട്ടപിടിക്കാൻ, തലച്ചോറിൽ രക്തം കട്ടപിടിച്ചാൽ സ്വാഭാവികമായും സുഷിരമുണ്ടാക്കി ആ രക്തം കട്ടപിടിച്ചത് നീക്കം ചെയ്യാൻ സാധിക്കും എന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടേത് ഉൾപ്പെടെയുള്ള അഭിപ്രായം. പക്ഷെ എന്തുകൊണ്ട് എബിൻ അത് ചെയ്തില്ല എന്നൊരു സംശയമാണ് ഈ ഡോക്ടർ ചോദിക്കുന്നു. അങ്ങനെയാണ് ഡോക്ടർ ഗണപതി ഈ പരാതിയുമായി കോടതിയെ സമീപിക്കുന്നത്. ആ പരാതിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വിശദമായ അന്വേഷണത്തിനാണ് കോടതി നിർദ്ദേശം. സ്വാഭാവികമായും സംസ്ഥാന പോലീസാണ് ഇത് അന്വേഷിക്കേണ്ടത്. നേരത്തെ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി മാനേജ്മെന്റിന്റെ ഒരു വേർഷൻ ആശുപത്രി മാനേജ്മെന്റ് ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. മസ്തിഷ്കത്തിന് സ്ഥിരമായി കേട് സംഭവിക്കുന്ന തരത്തിലുള്ള ശക്തമായ മുറിവാണ് എബിന്റേത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ട്. സൊസൈറ്റി ഫോർ ഓർഗൻ റിട്രീവൽ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും അത് കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷവുമാണ് ഇത്തരത്തിലുള്ള അവയവദാനം നടത്തിയത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പരാതിക്കാരന്റെ വാദം മാത്രം കേട്ടുകൊണ്ടാണ് കോടതി നടപടി എന്നും ആശുപത്രിയുടെ നിരപരാധിത്വം കോടതിയെ ബോധ്യപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കും എന്നുമാണ് ലേക്ക് ഷോർ ആശുപത്രി MD SK അബ്ദുള്ള അറിയിച്ചിരിക്കുന്നത്. അശ്വതി, സുവി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ഈ കേസിനി എന്താകും എന്നുള്ളതാണ്. അത് ഡോക്ടർ ഗണപതി നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതിനു മുമ്പും ഇത്തരം കേസുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അത് പകുതി വഴിയിൽ നിന്നു പോവുകയായിരുന്നു ആശുപത്രിയുടെ ഇടപെടൽ മൂലം എന്നാണ്. ഈ മറ്റൊരു കാര്യം അദ്ദേഹം പ്രധാനപ്പെട്ടതായി പറഞ്ഞത്, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ അന്വേഷണം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? ഈ അന്വേഷണത്തെ ഖണ്ഡിച്ചുകൊണ്ട് ആശുപത്രിയുടെ ഭാഗത്തുനിന്നൊരു നീക്കം അവർ നിയമപരമായി ഇതിനെ നേരിടും എന്ന് പറഞ്ഞിട്ടുണ്ടോ? അശ്വതി, ഈ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചെത്തിയിരിക്കുന്നത് കൊല്ലം സ്വദേശിയായ ഡോക്ടർ ഗണപതിയാണ്. അദ്ദേഹമാണ് പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരെ ഉൾപ്പെടെ വിസ്തരിച്ച ശേഷം ആണ് ഈ ആരോപണത്തിൽ, ഈ ഗണപതി ഉന്നയിക്കുന്ന ആരോപണത്തിൽ നേരിയതെങ്കിലും ഒരു കഴമ്പുണ്ട് എന്ന് കോടതി കണ്ടെത്തുന്നതും എതിർകക്ഷികൾക്ക് സമൻസ് അയക്കുന്നതും. അതിനുശേഷമാണ് യുവാവിനെ ചികിത്സിച്ച 2 ആശുപത്രികളും രക്തം തലയിൽ കട്ടപിടിച്ചാൽ തലയോട്ടിൽ സുഷിരമുണ്ടാക്കിയത് തടയാമെന്ന പ്രാഥമിക ചികിത്സ നിഷേധിച്ചു എന്നാണ് ഈ ഡോക്ടർ ഗണപതിയുടെ ഒരു ആരോപണം. അവയവദാനത്തിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാന പോലീസാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടത്. അതിനായി ഒരു പ്രത്യേക സംഘം രൂപീകരിക്കുമോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പോലീസ് അന്വേഷണത്തിനാണ് ഇപ്പോൾ. വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ വ്യക്തി ഡിസ്ചാർജിന് പിന്നാലെ മരിച്ച സംഭവത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ആരോപണം. വൈക്കം വെച്ചൂർ ഇടയാഴം ചെമ്മരപ്പള്ളി ഗോപിനാഥൻ നായരാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ ബെഡില്ലെന്ന് പറഞ്ഞ് താലൂക്ക് ആശുപത്രിയിലേക്ക് ഗോപിനാഥൻ നായരെ മാറ്റിയിരുന്നു. ഡിസ്ചാർജിന്റെ പേരിൽ 1 ദിവസം ചികിത്സ നിഷേധിച്ചതായും ആരോപണമുണ്ട്. അവർ യാതൊരുവിധ ട്രീറ്റ്മെൻറ്റും ചേട്ടന് കൊടുത്തില്ല. ഏറ്റവും വലിയ തലയ്ക്ക് ഒരു മേജർ സർജറി കഴിഞ്ഞൊരു പേഷ്യൻ്റാണെന്നുള്ള യാതൊരു പരിഗണനയുമില്ലായിരുന്നു. അവിടെ വാർഡിൻ്റെ ഒരു മൂലയിൽ രാവിലെ 9 തൊട്ട് 5 മണി വരെ ഞങ്ങൾ ഈ ഡിസ്ചാർജ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റ് സാധാരണ ചേട്ടന് കൊടുക്കണമെന്ന ജീവരക്ഷാ മരുന്നുകളോ ഒന്നും തന്നെ ആ ഒരു 8 മണിക്കൂർ സമയത്തിൽ അല്ലെങ്കിൽ 9 മണിക്കൂർ സമയത്ത് ഒന്നും കൊടുത്തിട്ടില്ല. അവിടുന്ന് ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് താലൂക്ക് ആശുപത്രി എത്തിയപ്പോഴത്തേക്കും അവിടെ അവർക്ക് എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വരാനുള്ള സമയം പോലും കിട്ടിയില്ല. അപ്പോൾ ചേട്ടൻ കോമ സ്റ്റേജിലേക്ക് പോയി മരണത്തിന് അടിപ്പെടുകയായിരുന്നു. അപ്പം ഇതുപോലുള്ള അനാസ്ഥ മൂലമുള്ള മരണങ്ങൾ, അതായത് സർജറിയിൽ പേഷ്യൻ്റ് ജീവിക്കുകയും അതിനുശേഷം വെറും അശ്രദ്ധ കൊണ്ട് മാത്രം ഒരു രോഗി മരിക്കുന്ന ഒരു സന്ദർഭങ്ങൾ ഇനി ഒരു പേഷ്യൻറ്റിനും ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ ഈ പരാതിയായിട്ട് മുന്നോട്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഗുരുതരമായ ആരോപണമാണ്
കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത് എന്ത് ശസ്ത്രക്രിയയ്ക്കായാണ് അല്ലെങ്കിൽ ഏത് രോഗത്തിന് ചികിത്സയ്ക്കായാണ് ഈ ഗോപിനാഥൻ നായർ അവിടെ എത്തിയത്? എന്തൊക്കെയാണ് ബന്ധുക്കൾ പറയുന്നത്? അശ്വതി, ഇതൊരു അപകടവുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടായ ശസ്ത്രക്രിയയാണ്. ഈ 5-ാം തീയതി വൈക്കം തലയാഴത്ത് പെട്രോൾ പമ്പിന് സമീപം വാഹനമിടിച്ച് ഗോപിനാഥൻ നായർക്ക് പരിക്ക് പറ്റുന്നു. അന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു. തുടർന്ന് ശസ്ത്രക്രിയ നടത്തുന്നു. ശസ്ത്രക്രിയ നടത്തി തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, ഇവിടെ ബെഡില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. പക്ഷേ 10-ാം തീയതിയാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഈ ബന്ധുക്കൾ തുടർന്ന് റിക്വസ്റ്റ് ചെയ്ത് വീണ്ടും അവിടെ തന്നെ തുടരണം, കാരണം ഇവിടുത്തെ ചികിത്സ തന്നെ വേണം, ഗുരുതരാവസ്ഥയാണുള്ളത് എന്ന് ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 13-ാം തീയതി വരെ അവിടെ തുടരാൻ അനുവദിച്ചു. ICUവിൽ മറ്റു വാർഡുകളിലേക്കൊന്നും മാറ്റാൻ സമ്മതിച്ചില്ല. പകരം വൈക്കത്തേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതർ എന്നാണ് ഈ ഗോപിനാഥൻ നായരുടെ സഹോദരൻ ദിനേശ് ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും അന്നത്തെ ദിവസം, അതായത് ഇന്നലെ ഏതാണ്ട് രാവിലെ ഡിസ്ചാർജിന് വേണ്ടി ഇവിടെ ഈ വാർഡിൽ നിന്ന് ICUവിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്തിറക്കുന്നു. അവിടെ തന്നെ കിടക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പകൽ മുഴുവൻ അവിടെ കിടക്കുന്നു. വൈകുന്നേരത്തോടു കൂടിയാണ് ഡിസ്ചാർജ് ലഭിച്ച് വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രിയോടുകൂടി, അർദ്ധരാത്രി ഏതാണ്ട് 1 മണിയോടുകൂടി മരണവും സംഭവിച്ചു എന്നതാണ് ബന്ധുക്കളുടെ പരാതി. എന്തായാലും ഈ സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കും ഒപ്പം തന്നെ DMOയ്ക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഉന്നയിക്കപ്പെടുന്ന ആരോപണം വളരെ ഗുരുതരമാണ്. അതായത് മതിയായ ചികിത്സ, അതായത് ആരോഗ്യ നില, അത് അപകടനില തരണം ചെയ്യുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് മാറ്റണം എന്ന് ഫലത്തിൽ ആവശ്യപ്പെടുന്നു. ആശുപത്രിയുടെ പരിമിതികൾ ഒരുപക്ഷെ ഉണ്ടാകാം, പക്ഷേ അതും വേണ്ട ചികിത്സ, ഒരു പകൽ മുഴുവൻ വേണ്ട ചികിത്സ നൽകിയില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഗൗരവമേറിയതാണ്. എന്തായാലും തീർച്ചയായും സർക്കാർ തലത്തിൽ അന്വേഷണം ഉണ്ടാകേണ്ട ഒരു വിഷയം കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇന്നലെ രാത്രി മരണം സംഭവിക്കുന്നു. ഇന്നിപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളും വൈക്കത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. അതിലിനി അന്വേഷണത്തിലുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ശരി ശ്രീജിത്ത്, എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് മരിച്ചയാളുടെ ബന്ധുക്കൾ. ഈ തുടർ അന്വേഷണം ഏത് രീതിയിലാകും എന്നുള്ളത് വരും മണിക്കൂറുകൾ നമുക്കറിയാം. ശ്രീജിത്താണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഹാരാജാസ് കോളേജിൽ 20 മാസത്തെ പ്രവൃത്തി പരിചയമുണ്ടെന്ന് അവകാശപ്പെടുന്ന വിദ്യയുടെ ബയോഡേറ്റ പുറത്ത്. അട്ടപ്പാടി കോളേജിൽ ജോലിക്ക് നൽകിയ ബയോഡേറ്റ പോലീസ് ശേഖരിച്ചു. അതേസമയം ആർഷയുടെ പരാതിയിൽ NICയിലെത്തി പരിശോധന നടത്തി ക്രൈംബ്രാഞ്ച്. സ്വയം സാക്ഷ്യപ്പെടുത്തിയ വിദ്യയുടെ ബയോഡേറ്റയാണിത്. അട്ടപ്പാടി കോളേജിൽ നൽകിയ ഈ ബയോഡേറ്റയിൽ മഹാരാജാസിൽ 20 മാസത്തെ പ്രവൃത്തി പരിചയമുണ്ടെന്നാണ് വിദ്യ അവകാശപ്പെടുന്നത്. കരിന്തളം കോളേജിൽ 10 മാസത്തെയും പാതിരിപ്പാലയിൽ 7 മാസത്തെയും അധ്യാപന പരിചയമുണ്ടെന്നാണ് ഇതിലുള്ളത്. അട്ടപ്പാടി കോളേജിൽ വിദ്യ അഭിമുഖത്തിന് കാറിലെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. മണ്ണാർക്കാട് രജിസ്ട്രേഷനിലുള്ള ഈ കാറ് കണ്ടെത്താൻ ശ്രമം തുടരുകയാണ്. അട്ടപ്പാടി കോളേജിൽ അഭിമുഖ ബോർഡിലുണ്ടായിരുന്ന അധ്യാപകരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. 9-ാം ദിവസവും വിദ്യയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനിടെ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ ആർഷയുടെ പരാതിയിൽ അതിവേഗ അന്വേഷണവുമായി പോലീസ്. NIC ഓഫീസിലെത്തി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പ്രാഥമിക പരിശോധന നടത്തി. മഹാരാജാസ് കോളേജിലാണ് മാർക്ക് ലിസ്റ്റിന്റെ ഡേറ്റ എൻട്രി സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിനായി 3 ജീവനക്കാരും ഇവിടെയുണ്ട്. ഇവർ എൻട്രി ചെയ്യുന്ന ഡേറ്റ, തുടർ നടപടികളെല്ലാം നടക്കുന്നത് NICയിലാണ്. സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും NICയുടെ ഓഫീസിലാണെന്നാണ് പരിശോധനയിൽ വ്യക്തമായത്. ന്യൂസ് 18 കൊച്ചി. വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ കാലടി സർവകലാശാലയിലും പോലീസ് പരിശോധന. അഗളി പോലീസാണ് സർവകലാശാലയിലെത്തി വിദ്യയുടെ PhD ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചത്. വിദ്യയുടെ PhD പ്രവേശനവുമായി ബന്ധപ്പെട്ടും നേരത്തെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. കാലടി സംസ്കൃത സർവകലാശാല യുവജനോത്സവത്തിൽ സംഘാടക സമിതി രക്ഷാധികാരിയായി VCക്കൊപ്പം SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും. വൈസ് ചാൻസലർ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. എന്നാൽ സ്ഥലം MP ബെന്നി ബെഹനാൻ സംഘാടക സമിതിയിൽ ഇല്ല.
മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുമായി ബന്ധപ്പെട്ട വിവാദം വലിയ ചർച്ചയാകുന്നതിനിടെയാണ് കാലടി സർവകലാശാലയുടെ നടപടി. ജൂൺ 13 മുതൽ 15 വരെ നടക്കുന്ന യുവജനോത്സവത്തിൽ VC-ക്കൊപ്പമാണ് രക്ഷാധികാരിയായി ആർഷോയെ കൂടി നിയമിച്ചിരിക്കുന്നത്. വൈസ് ചാൻസലറാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത്. എന്നാൽ സ്ഥലം MP ബെന്നി ബെഹനാനെ സംഘാടക സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംഘാടക സമിതിയുടെ പാട്രണായി സ്ഥലം MLA റോജി M. ജോൺ, VC, PVC, രജിസ്ട്രാർ, സിൻഡിക്കേറ്റ് അംഗങ്ങളായ പ്രൊഫസർ ബിജു X മലയിൽ, ഡോക്ടർ CM മനോജ് കുമാർ എന്നിവരാണ് രക്ഷാധികാരി സ്ഥാനത്തുള്ള മറ്റുള്ളവർ. യുവജനോത്സവത്തിൽ വിജയികളാകുന്നവർക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഗ്രേസ് മാർക്കിന് അവകാശമുണ്ട്. യുവജനോത്സവത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷം ഗ്രേസ് മാർക്ക് നൽകി വിജയിപ്പിച്ചതായ ആരോപണമുണ്ട്. VC-യോടൊപ്പം സമാന പദവിയിൽ ഒരു വിദ്യാർത്ഥി നേതാവിനെ സർവകലാശാല നാമനിർദ്ദേശം ചെയ്യുന്നത് ആദ്യമായാണ്. ന്യൂസ് 18 കൊച്ചി. വിദ്യ ആർഷോ വിവാദങ്ങളിൽ പുതുമയില്ലെന്ന് ഗവർണർ. അഭിമുഖത്തിൽ പങ്കെടുക്കാത്തവർ അസിസ്റ്റന്റ് പ്രൊഫസറാകുന്നു. തെരഞ്ഞെടുപ്പിന് മത്സരിക്കാത്തവർ ജയിക്കുന്നു. തെറ്റിനെതിരെ ശബ്ദമുയർത്താൻ പഠിക്കൂ എന്നും മാധ്യമങ്ങളോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. Here candidates who do not participate in the election, they are declared as elected. Candidates who are not qualified to be considered for the post of assistant professor, they are appointed assistant professor. So is there anything new about it that you are telling me? ഇടവേള. തിരുവനന്തപുരം മംഗലപുരത്ത് ഗൃഹനാഥൻ വീടിന് മുന്നിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ. ശാസ്തവട്ടം ശാന്തിനഗർ ചോതിയിൽ രാജുവിനെയാണ് രാവിലെ വീടിന് മുന്നിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടത്. വീടിനോട് ചേർന്ന കടയ്ക്ക് മുന്നിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. പ്രവാസിയായിരുന്ന രാജു 1.5 വർഷം മുമ്പാണ് ആ നാട്ടിലെത്തിയത്. തുടർന്ന് വീടിനോട് ചേർന്ന് ചായക്കട നടത്തുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് മംഗലപുരം പോലീസ് കേസെടുത്തു. മൃഗശാലയിൽ നിന്ന് കാണാതായ ഹനുമാൻ കുരങ്ങിനെ കണ്ടെത്തി. മൃഗശാലയിലെ മരത്തിൽ തന്നെ കുരങ്ങ് ഉണ്ടെന്നും വൈകാതെ കൂട്ടിലേക്ക് മാറ്റാനാകുമെന്നും മൃഗശാല ഡയറക്ടർ S. അബു പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് തിരുപ്പതിയിൽ നിന്ന് കൊണ്ടുവന്ന ഹനുമാൻ കുരങ്ങ് മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയത്. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മൃഗമാണ്. ഇതൊരിക്കലും അക്രമ സ്വഭാവമുള്ളൊരു മൃഗമേ അല്ല. ആരെയും ആക്രമിക്കത്തില്ല. മനുഷ്യനെ അത്രയ്ക്ക് ഇതാണ്. എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ തന്നെ പോകുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു അനിമലാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇന്നലെ നന്തങ്കോട് ഭാഗത്തോട്ട് പോയി ചാടി പോയതിന് ശേഷം പിന്നെ തിരിച്ചു വന്നു എന്ന് പറയുന്നത് തന്നെ പുറത്തുള്ള ബഹളവും ശബ്ദമൊന്നും അതിന് ഇഷ്ടമല്ല. പിന്നെ അതിലും പ്രത്യേകിച്ചും അതിൻ്റെ ഇണ ഇവിടെ തന്നെയുണ്ട്. നമ്മളിത് വളരെ പ്ലാൻഡായിട്ട് തന്നെയാണ് ഇതിനെ തുറന്നു വിട്ടത്. കാര്യം ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിട്ടല്ല. കാര്യം അതിൻ്റെ ഇണയെ ഇവിടെ നിർത്തിക്കൊണ്ട് ഒന്നിനെ മാത്രം കൂട്ടിനകത്ത് തുറന്നു വിട്ട് നോക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. കാര്യം അതിന് ഏറ്റവും സേഫായിട്ടുള്ള ഒരു സ്ഥലം ഇതാണ് എന്നുള്ളൊരു തോന്നൽ അതിനുണ്ടായിട്ടാണ്. അപ്പോൾ അവിടെ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് താങ്കൾ ചോദിച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് അതവിടെ ഇരിക്കും. ഇരുന്നതിന് ശേഷം അതിൻ്റെ കൂട്ടിൽ തന്നെ അത് വരും. ആ ഓപ്പൺ എൻക്ലോഷറിൽ തന്നെ അവിടെ വരും. അതിന് സ്റ്റേപ്പിൾ ഫുഡും എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വരും. അതിനെ നിരീക്ഷിക്കാനായിട്ട് നിരവധി ആൾക്കാർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർ കൃത്യമായിട്ട് അതിനെ നിരീക്ഷിക്കും. അതിനിപ്പോൾ നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്നത് ശരിയല്ല. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5500 രൂപ, പവന് 44,000 രൂപ, വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3566 രൂപ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ജൂൺ 18 ഫാദേഴ്സ് ഡേ. ജീവിതത്തിൽ അച്ഛൻ ചെലുത്തിയ സ്വാധീനം ഓർക്കാനും ആദരിക്കാനുമുള്ള അവസരമാണ് ഓരോ ഫാദേഴ്സ് ഡേയും. ഈ ദിനത്തിൽ ജീവിതത്തിന്റെ വിവിധ